ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NLP മൊഡ്യൂൾ 2 പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. സോ മൊഡ്യൂൾ 1 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ മൊഡ്യൂൾ 2 കിടക്കുമ്പോൾ നമുക്ക് ആദ്യം TF-IDF കാൽക്കുലേഷൻ സംഭവം. So compute TF-IDF for the word AI in the documents D1 and D2. ഇപ്പൊ D1 D2 തന്നിട്ടുണ്ട്, നമുക്ക് TF-IDF വാല്യൂസ് ആണ് കണ്ടുപിടിക്കും. അതായത് ഇപ്പൊ AI എന്ന് പറഞ്ഞ വേർഡില് എത്ര TF-IDF വാല്യൂ എന്നാണ് പ്രിഡിക്ട് ചെയ്യുന്നത്. AI in healthcare is transformative. D1 അതുപോലെ D2 എന്താണ് ഉണ്ടാവുക? ഹെൽത്ത് കെയർ ആൻഡ് AI ആർ ക്രിയേറ്റിംഗ് ന്യൂ സൊല്യൂഷൻസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ D1നെയും D2നെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേർഡ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതേ പ്രീ പ്രോസസിംഗ് സ്റ്റെപ്സ് ആയിട്ടുള്ള ടോക്കണൈസിങ് അതൊക്കെ ഒരു ഓവർ കേസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ AI ഇൻ ഹെൽത്ത് കെയർ ഈസ് ട്രാൻസ്ഫോർമേറ്റീവ്. അപ്പൊ AI ഇൻ ഹെൽത്ത് അങ്ങനെ ചെയ്തിട്ട് പോയി D1 D2 സ്പ്ലിറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ടേം ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ടേം ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ യൂസ് റോ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഡോക്യുമെന്റ് ലെങ്ത്. നമുക്ക് AI എന്ന് പറഞ്ഞ വേർഡാണ് നമുക്ക് വേണ്ടത്. AI എന്ന് പറഞ്ഞ പോലെ D1ലും D2ലും വരുന്ന കേസസ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ TF ഓഫ് AI ഗിവൺ D1, അതായത് D1ല് എത്ര പ്രാവശ്യം AI വരുന്നത് നോക്കുക. അപ്പോൾ AI എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ഇവിടെ ഒരു പ്രാവശ്യം വരുന്നുള്ളൂ. സോ മോളില് കൗണ്ട് ഓഫ് AI D1 എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ ആ ഡിയില്, അതായത് ആ D1ല് എത്ര വേർഡ്സ് ഉണ്ട്? 1 2 3 4 5. അപ്പൊ 5 വേർഡ്സ്. അപ്പൊ 1/5 ആണ് എന്ത്? TF വാല്യൂ. അതേപോലെ തന്നെ TF വാല്യൂ ഓഫ് AI ഗിവൺ D2 എത്രയാണ്? D2 എത്ര വേർഡ്സ് ഉണ്ട്? 1 2 3 4 5 6 7. അപ്പൊ 7 വേർഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ AI എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ഒരു പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ 1/7. അപ്പൊ അങ്ങനെ TF വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ IDF വാല്യൂസ് ആണ്. അപ്പൊ IDF വാല്യൂസ് എന്ന് പറയുമ്പോൾ log ഓഫ് n/df ഓഫ് t. സോ DF ഓഫ് A എന്ന് പറയുമ്പോൾ എന്താണ്? 2 പ്രാവശ്യം. അതായത് രണ്ട് ഡോക്യുമെന്റ്സിൽ വരുന്നോണ്ട് നമുക്ക് 2 ആയി. അതായത് DF ഓഫ് A നമുക്ക് 2 എന്ന് എടുക്കാം. അപ്പോ IDF എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് ഡിവൈഡഡ് ബൈ DF വാല്യൂ ഓഫ് AI. അതായത് DF വാല്യൂ ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡോക്യുമെന്റ്സിലും AI വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് DF വാല്യൂ ഓഫ് AI 2 ആയി. ഒരു കേസിലാണ് വരുന്നെങ്കിൽ 1 ആവും. അങ്ങനെ. അപ്പോ ലോഗ് ഓഫ് n/df ഓഫ് t. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? n എന്ന് പറയുമ്പോൾ 2 ഡിവൈഡ് ബൈ DF ഓഫ് A എന്ന് പറയുമ്പോൾ 2. അപ്പൊ ലോഗ് 2, അപ്പൊ ലോഗ് 2, അതായത് ലോഗ് ടു ദ പവർ ഓഫ് 2 ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ലോഗ് 1 എന്ന് പറയുന്നത് 0 ആയി. അപ്പോൾ IDF വാല്യൂ നമുക്ക് എന്തായി? 0 എന്ന് കിട്ടി. TF-IDF എങ്ങനെ കണ്ടുപിടിക്കുക? TF ഇൻറ്റു IDF. അത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ TF-IDF ഓഫ് AI ഗിവൺ D1 എത്ര വരുന്നത്? 0.2 ആണ് എന്ത്? TF-ന്റെ വാല്യൂ ഇൻറ്റു IDF-ന്റെ വാല്യൂ എത്രയാണ്? 0. 0.2 ഇൻറ്റു 0 0. TF-IDF ഓഫ് AI ഗിവൺ D2 എത്രയാണ്? അതും 0 തന്നെയാണ്. Or since AI occurs in all the documents, its IDF is 0 and it carries no discriminative power under plan IDF. So TF-IDF value for AI is 0 in both docs. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ദ NLP പൈപ്പ്ലൈൻ സ്റ്റേജ് ആൻഡ് വിത്ത് ആൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ഹൗ വുഡ് യു ബിൽഡ് എ പൈപ്പ്ലൈൻ ടു റാങ്ക് കസ്റ്റമർ സപ്പോർട്ട് ടിക്കറ്റ്സ് ഫോർ ഊബർ. അതായത് അർജന്റ് ആയിട്ടുള്ള ടിക്കറ്റ്സ് ആർ പുഷ്ഡ് അപ്പ്. അപ്പോ ഗിവ് ഫുൾ പ്രീ പ്രോസസിംഗ് സ്റ്റെപ്സ് ആൻഡ് ഫീച്ചർ യൂസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ NLP പൈപ്പ്ലൈനിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്? ഡാറ്റ അക്വിസിഷൻ, ടെക്സ്റ്റ് എക്സ്ട്രാക്ഷൻ ആൻഡ് ക്ലീനപ്പ്, പ്രീ പ്രോസസിംഗ്. അഡ്വാൻസ് പ്രീ പ്രോസസിംഗ് ഇല്ല, ജസ്റ്റ് ഈ പ്രോസസിംഗിന്റെ സ്റ്റെപ്സ് ആണെങ്കിൽ അഡ്വാൻസ് പ്രീ പ്രോസസിംഗ്. പിന്നെ ഫീച്ചർ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ മോഡലിംഗ്, ഇവാലുവേഷൻ, ഡിപ്ലോയ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ്. ഇതാണ് നമ്മുടെ ഒരു NLP പൈപ്പ്ലൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഡാറ്റ അക്വിസിഷനിൽ എന്താ ചെയ്യണേ? കളക്ട് ഹിസ്റ്റോറിക്കൽ ടിക്കറ്റ്സ്, അതായത് ലേബൽസ്, അതായത് അർജന്റ് ആണോ നോൺ അർജന്റ് ആണോ അങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യും. പിന്നെ ടെക്സ്റ്റ് എക്സ്ട്രാക്ഷൻ ക്ലീനപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവ് HTML, അതായത് HTML റിമൂവ് ചെയ്തെടുക്കുക. അതായത് ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ്, കോഡിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എൻകോഡിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് സോൾവ് ചെയ്തെടുക്കാം. അതാണ് ക്ലീനപ്പ് ആൻഡ് പ്രീ പ്രോസസിംഗ്, ടെക്സ്റ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രീ പ്രോസസിംഗ് എന്താ നോക്കണേ? ലോവർ കേസ് ചെയ്യുക, ടോക്കണൈസ് ചെയ്യുക, റിമൂവ് ഓർ കീപ്പ് കൺജഷൻസ് ഒക്കെ, അതായത് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ചെയ്യുക. അതൊക്കെയാണ് പ്രീ പ്രോസസിംഗ് നടക്കുന്ന സംഭവങ്ങൾ. പിന്നെ അഡ്വാൻസ് പ്രീ പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ മറ്റേ നോൺ ഇംഗ്ലീഷ് കോണ്ടസ്റ്റിനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സംഭവമൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുക. പിന്നെ ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള TF-IDF വാല്യൂസ്, എൻഗ്രാംസ് അല്ലെങ്കിൽ എൻഗ്രാംസ്, പോസ്റ്റ് ഐഡൻസ് ആണെങ്കിൽ പോസ്റ്റ് ഐഡൻസ്, അല്ലെങ്കിൽ NER ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ഫീച്ചേഴ്സിനെ
എക്സ്ട്രാക്ട് ചെയ്യാം. സെമാൻറ്റിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള സംഭവം എന്ത് ചെയ്യാം, സെന്റൻസ് എംബഡിങ്സ് ആയിട്ടുള്ള സെന്റൻസ് ബെർട്ട് അങ്ങനത്തെ മോഡൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെമാൻറ്റിക് ഫീച്ചേഴ്സ് നമുക്ക് ആ സെന്റൻസിന്റെ ഒക്കെ കണ്ടുപിടിക്കാം. പ്രഗ്മാറ്റിക് അല്ലെങ്കിൽ മെറ്റാഡാറ്റ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ് യൂസർ ടയർ വി ഐ പി, അതായത് വി ഐ പി എന്നൊരു ലൈബ്രറി ഉണ്ട്, ടൈം ഓഫ് ഡേ, അതേപോലെ തന്നെ ടിക്കറ്റ് ഫ്രീക്വൻസി ഫോർ സെയിം യൂസർ, ജിയോളജിക്കൽ ഡിവൈസ് ടൈപ്പ് സാധനമൊക്കെ. യൂസർ ടൈപ്പ് അതായത് വി ഐ പി ആണോ, വി ഐ പി ആയിട്ടുള്ള കേസ് ആണോ അതോ നോൺ വി ഐ പി ആണോ നോക്കുക സാധനമൊക്കെയാണ്. സോ അർജൻസി ക്യൂസ് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് വേർഡ്സ് ലൈക്ക് അർജന്റ്, ഇമീഡിയറ്റ്, ക്യാൻസൽഡ്, അതൊക്കെയാണ് അർജന്റ് ക്യൂസ്. അതാണ് എന്ത് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. ഫീച്ചർ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രെയിൻ എ റാങ്കിങ് മോഡൽ. അതായത് 2 കോമൺ ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ബൈനറി ക്ലാസിഫയർ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ലേണിംഗ് ടു റാങ്ക് മോഡൽ നമുക്ക് ഉപയോഗിക്കാം. ബൈനറി ക്ലാസിഫയർ ഉപയോഗിക്കണമെങ്കിൽ അർജന്റ് ആൻഡ് നോൺ അർജന്റ് വർക്ക്സ് നമുക്ക് പറയാം. അതായത് സോർട്ട് ബൈ പ്രോബിലിറ്റി, അതായത് അർജന്റ് ആണോ നോൺ അർജന്റ് ആണോ നോക്കുക, പ്ലസ് സോർട്ട് ബൈ പ്രോബിലിറ്റി. ഇങ്ങനെ നമുക്ക് മോഡലിനെ ഉണ്ടാക്കാം, ട്രെയിൻ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ലേൺ ടു റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലിനെ പെയർ വൈസ് ആയിട്ടോ അതോ ലിസ്റ്റ് വൈസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഡയറക്ട്ലി ഒപ്റ്റിമൈസസ് റാങ്കിങ് മെട്രിക്സ്. ഇതൊക്കെയാണ് നമുക്ക് മോഡലിംഗിൽ ചെയ്യാനുള്ളത്. ആൻഡ് ഏത് മോഡലാണ് ഉപയോഗിക്കുക, ഇപ്പൊ നെയ്ബേഴ്സ് ഉപയോഗിക്കാം, എസ് ബി ആണ് എസ് ബി ഉപയോഗിക്കാം, അങ്ങനെ പറയാം. അതേപോലെ തന്നെ ഇവാലുവേഷൻ എന്താണ്, പ്രിസിഷൻ, റീകോള്, മെയിൻ റെസിപ്രോക്കൽ റാങ്ക് സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ പ്രിസിഷൻ കെയും പ്രിസിഷൻ നമുക്ക് റീകോൾ കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റെലവെന്റ് ആയിട്ട് ഫീച്ചേഴ്സും നോട്ട് റെലവെന്റ് ആയിട്ട് ഫീച്ചേഴ്സ് ഉണ്ടാവും. റെലവെന്റ് ആയിട്ട് ഫീച്ചേഴ്സ് എത്ര എണ്ണം വരുന്നു അതിന്റെ പ്രിസിഷൻ കണ്ടുപിടിക്കുന്നത് പ്രിസിഷൻ അറ്റ് കെ. അതേപോലെ തന്നെ അതിന്റെ റീകോൾ കണ്ടുപിടിക്കുകയാണ് റീകോൾ അറ്റ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ മെട്രിക്സ് ആയിട്ട് പ്രിസിഷൻ, റീകോൾ ആക്യുറസി നമുക്ക് അതിന് കണ്ടുപിടിക്കാറുണ്ട്. ആൻഡ് ഇവ നമ്മുടെ ഡിപ്ലോയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം സ്കോറിംഗ്, അതായത് സ്ട്രീമിംഗ് ഇൻജക്ഷൻ, അതേപോലെ തന്നെ ട്രൂസ് ഫോർ ടോപ്പ് സംഭവങ്ങളൊക്കെയാണ് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മോണിറ്ററി ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് പോസിറ്റീവ് അനാലിസിസ്, അതായത് ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് കറക്ഷൻ, അതായത് കണ്ടിന്യൂസ്, അതായത് റീട്രെയിനിങ് ഒക്കെ ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ ഉണ്ടാക്കിയ ഒരു മോഡലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് മോണിറ്ററിംഗ് ആൻഡ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഫീച്ചർ എക്സ്ട്രാക്ഷൻ പ്രാക്ടിക്കൽ ലിസ്റ്റിംഗ് ഉപയോഗിക്കുക എന്താണ്, കീവേഡ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള പ്രസൻസ് ഓഫ് സേഫ്റ്റി, ആക്സിഡന്റ്, ഇഞ്ചറി, കാർ സ്റ്റോപ്പ്, ക്രാഷ്, അതൊക്കെയാണ് എന്ത് കീവേഡ് ഇൻഡിക്കേറ്റേഴ്സ്. അതേപോലെ തന്നെ എംബഡിങ് സിമിലാരിറ്റി ടു പ്രോട്ടോടൈപ്പിക്കൽ അർജന്റ് ടിക്കറ്റ്, അതായത് കൊസൈൻ വിത്ത് അർജന്റ് പ്രോട്ടോടൈപ്പ്, അതായത് കൊസൈൻ സിമിലാരിറ്റി കണ്ടുപിടിച്ചിട്ട് റാങ്ക് ചെയ്യുക. എന്നിട്ട് നെയിംഡ് എന്റിറ്റി അക്കോർഡൻസ്, അതായത് നിയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ് എവിടെയാണ്, ടൈം സ്റ്റാമ്പ്സ് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കുക. സെന്റിമെന്റൽ സ്കോർ ആൻഡ് ഇമോഷൻ ഡിറ്റക്ഷൻ, അതായത് എക്സ്ട്രീം നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണെങ്കിൽ ക്യാൻ ഇൻക്രീസ് പ്രയോറിറ്റി. അങ്ങനെ മെറ്റാഡാറ്റ എന്താണ്, റൈഡറിന്റെ സ്റ്റാറ്റസ്, ഡ്രൈവറിന്റെ സ്റ്റാറ്റസ് സാധനമൊക്കെ ആണ് മെറ്റാഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സിമ്പിൾ നമ്മൾ പൈപ്പ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഇൻജക്ഷൻ, അതായത് ടിക്കറ്റ്സ് പ്ലസ് മെത്തേഡായിട്ട് കൊടുക്കും. ടെക്സ്റ്റ് ക്ലീനപ്പിൽ റിമൂവ് നോയ്സ്, പ്രീ പ്രോസസിംഗിൽ ടോക്കണൈസ് ചെയ്യും, നോർമലൈസ് ചെയ്യും. ഫീച്ചേഴ്സ് എക്സെപ്റ്റ് ചെയ്യുന്ന IDF, TF, IDF അല്ലെങ്കിൽ എംബഡിക്ക് വെച്ചിട്ട്, അതേപോലെ തന്നെ അത് മോഡലിംഗ് വെച്ചിട്ട് ക്ലാസിഫയറിൽ റാങ്കിങ് ഉണ്ടാക്കി. നമ്മൾ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമല്ല നമുക്ക് കിട്ടി, അതായത് ഇപ്പോ നമ്മുടെ ആക്യുറസി എന്ന് പറയുമ്പോൾ കുറവാണ്, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ പ്രീ പ്രോസസിംഗ് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഫീച്ചർ എഞ്ചിനീയറിംഗ് പോയിട്ട് മോഡലിംഗ് വേറൊരു മോഡൽ ഉണ്ടാക്കും. എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഡിപ്ലോയ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എഴുതാട്ടോ. സോ സ്കോറിംഗ് ആൻഡ് റാങ്കിങ് എങ്ങനെയാണ്, നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് കൊസൈൻ സിമുലേറ്റ് വെച്ച് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രോബിലിറ്റി ഓഫ് അർജൻസി വെച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് റാങ്ക് സ്കോർ, ഇപ്പൊ ഈ റാങ്ക് സ്കോർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കൊസൈൻ സിമുലേറ്റ് വെച്ചിട്ട് നോക്കാം, നമുക്ക് എഴുതാൻ വേണ്ടിട്ടോ. അപ്പൊ കൊസൈൻ സിമുലേറ്റ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. സോ വേർഡ് ടു വെക്ക്, ഇത് സീബോ വേഴ്സസ് സ്കിപ്പ് ഗ്രാം. സീബോ വേഴ്സസ് സ്കിപ്പ് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻസ് ദാറ്റ് ടു വേർഡ് ടു വെക്ക് ആക്ടിവിറ്റീസ് സീബോ ആൻഡ് സ്കിപ്പ് ഗ്രാം. ഇത് ഡയഗ്രാംസ് ആൻഡ് ഷോർട്ട് വർക്ക്ഡ് എക്സാമ്പിൾ. ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ടു വെക്ക് ലേൺസ് ഡെൻസ് വെക്ടർ റെപ്രസെന്റേഷൻ, അതായത് എംബഡിങ്സ് ഓഫ് വേർഡ്സ് ഫ്രം കോണ്ടെക്സ്റ്റ്, അതായത് വേർഡിനെ വെക്ടറാക്കി കൺവേർട്ട് ചെയ്യാണ് എന്ത് വേർഡ് ടു വെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ചെയ്യാൻ വേണ്ടി എന്ത് 2 ട്രെയിനിങ് അഡ്വാൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീബോ ഉണ്ട്, അതേപോലെ തന്നെ സ്കിപ്പ് ഗ്രാം ഉണ്ട്. സീബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ബാഗ് ഓഫ് വേർഡ്സ് ആൻഡ് predict the ടാർഗറ്റ് വേർഡ് ഗിവൺ കോണ്ടെക്സ്റ്റ് വേർഡ്സ്, അതായത് കോണ്ടെക്സ്റ്റ് വേർഡ്സ് തന്നിട്ടുണ്ടാവും, അതിന് ടാർഗറ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യുക, അതാണ് എന്ത് സീബോ. സ്കിപ്പ് ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രെഡിക്റ്റ് കോണ്ടെക്സ്റ്റ് വേർഡ്സ് ഗിവൺ ദ ടാർഗറ്റ് വേർഡ്. ടോയ് കോർപ്പസ് എന്താണ്, ദ ക്വിക്ക് ബ്രൗൺ ഫോക്സ് ആണ് എന്ത് നമ്മുടെ ഒരു ഡോക്യുമെന്റ് ഉള്ളത്, ഒരു കോർപ്പസിൽ ഉള്ളത്. ആൻഡ് കൺസിഡർ വിൻഡോ സൈസ് 1. വിൻഡോ സൈസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് റീഡ് ചെയ്തു, എന്നിട്ട് ഇത് റീഡ് ചെയ്തു, അങ്ങനെ എഴുതി പോകുക.
അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സീബോ എക്സാമ്പിൾ ഫോർ ടാർഗറ്റ് ബ്രൗൺ ആണ് ടാർഗറ്റ്. കോണ്ടക്സ് എന്താണ് ക്വിക്ക് കോമ ഫോക്സ്. സീബോ ട്രൈസ് ടു പ്രെഡിക്റ്റ് ബ്രൗൺ ഫ്രം ദ ആവറേജ്, അതായത് ഓർ സം ഓഫ് കോണ്ടക്സ് എംബഡീസ്. അതായത് ഇപ്പോ നോക്കുകയാണെങ്കിൽ കോണ്ടക്സ് എന്തൊക്കെയുണ്ട്, ക്വിക്കും ഉണ്ട്, അതേപോലെ തന്നെ കോണ്ടക്സ് ആയിട്ട് ഫോക്സും ഉണ്ട്. നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്, ബ്രൗൺ ആയിട്ട്. ഇങ്ങനെ ചെയ്യാം, സീബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ്, കോണ്ടക്സിനെ ആവറേജ് ചെയ്യാം, എന്നിട്ട് ആവറേജ് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ക്രെഡിറ്റ് വാല്യൂ ആയിട്ടുള്ള ബ്രൗൺ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ആംബഡിങ് ആ വെക്ടർ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ആണെന്ത് സീബോയിൽ നടക്കുക. സീബ്രാം എന്ന് നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോർ ടാർഗറ്റ് ബ്രൗൺ സീബ്രാം ട്രൈസ് ടു പ്രെഡിക്റ്റ് ക്വിക്ക് ആൻഡ് ഫോക്സ് ഫ്രം ദ എംബഡിങ് ഓഫ് ബ്രൗൺ. ഏത് ബ്രൗണിന് നമുക്ക് എംബഡിങ് ചെയ്തിട്ട് ക്വിക്കും ഫോക്സും നമ്മൾ അടുത്തടുത്ത് എടുക്കുന്നത് നോക്കുക. അടുത്തടുത്ത് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെടുത്തിട്ട് അതിനെ കോണ്ടാക്ട് വേർഡ് ആയിട്ട് ചെയ്യും. ടാർഗറ്റ് വേർഡ് ഇവിടെ ബ്രൗൺ ആണ്, ബ്രൗണിന്റെ അടുത്തെടുക്കുന്ന വാല്യൂസ് ആണ് എന്ത്, ക്വിക്കും ഫോക്സും. അപ്പൊ ടാർഗറ്റ് വേർഡിന് അടുത്തെടുക്കുന്ന വാല്യൂസ് ആണ് എന്ത്, ഈ സ്കിബും അതേപോലെ തന്നെ ഈ ഫോക്സും. ക്വിക്കും ഫോക്സും എന്താണ് 0.5 അല്ലെങ്കിൽ 0.5 ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുള്ളൂ. ഈ ബ്രൗണിന്റെ വേറെ അടുത്തെടുക്കുന്ന വാല്യൂസ് എന്ത്, ക്വിക്ക് ബ്രൗൺ ഫോക്സ് റാൻ എന്തെങ്കിലും റാൻ ആണെങ്കിൽ എന്താണ് വരിക, ഒരു നമുക്ക് 1 ആണ് കിട്ടുക. അപ്പൊ 0.5 ആണ് 0.1 ആണ് അടുത്ത് 0.5 അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഇതിനെ പ്രെഡിക്റ്റ് ചെയ്തു. ഈ ക്വിക്കിനെയും അതേപോലെ തന്നെ ഫോക്സിനെയും നമുക്ക് ടാർഗറ്റോടെ വെച്ചിട്ട് കോണ്ടക്സ് വേർഡ്സ് പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോ ട്രെയിനിങ് ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ സീബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസസ് പ്രോബിലിറ്റി ഓഫ് ടാർഗറ്റ് ഗിവൺ കോണ്ടക്സ്റ്റ്. അപ്പോൾ ടാർഗറ്റ് വന്നിട്ടുണ്ടാവും, ആണ് കണ്ടുപിടിക്കേണ്ടത് കോണ്ടക്സ് വന്നിട്ട്. ടാർഗറ്റ് നമുക്ക് കണ്ടുപിടിക്കണം എന്തിന്, കോണ്ടക്സ് വന്നിട്ട്. അതാണ് എന്ത് സീബോ. മറ്റേ സിഗ്രാം എന്താ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക, പൈ ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ചെയ്യുക, എല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. ഇൻറ്റു സി ഓഫ് കോണ്ടക്സ്റ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് കോണ്ടക്സ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഗിവൺ ടാർഗറ്റ്. അതായത് ടാർഗറ്റ് വന്നിട്ടുണ്ടാവും, അതിന് കോണ്ടക്സ് കണ്ടുപിടിക്കുക. അപ്പൊ വെൻ ടു യൂസ് വിച്ച്, നമുക്ക് എവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സീബോ ഈസ് ഫാസ്റ്റർ ആൻഡ് വർക്ക്സ് വെൽ വിത്ത് ലാർജ് കോർപ്പസ്. സിഗ്രാംസ് എന്താണ് പെർഫോംസ് ബെറ്റർ വിത്ത് റയർ വേർഡ്സ് ആണ്. ഇറ്റ് ക്രിയേറ്റ്സ് ബെറ്റർ വെക്ടേഴ്സ് ഫോർ ഫ്രീക്വന്റ് വേർഡ്സ്. അപ്പൊ സ്കിഗ്രാം ആകുമ്പോൾ റയർ ഇപ്പൊ സ്മോൾ കോർപ്പസിനാണ് മെയിൻ ഉപയോഗിക്കുക സ്കിഗ്രാം ഒക്കെ. സീബോ ആണ് മെയിൻലി ലാർജ് കോർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കുക. പിന്നെ ഗുഡ്നെസ് ഓഫ് മോഡൽ എന്ന് പറയുന്നത് ഇവാലുവേഷൻ മെട്രിക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ ഇവാലുവേഷൻ മെട്രിക്സ്, പ്രിസിഷൻ, റീകോൾ, എഫോർട്ട്, അക്യുറസി എന്ന് പറയാം, ആൻഡ് കമ്പ്യൂട്ട് ദം ഫോർ എ സാമ്പിൾ കൺഫ്യൂഷൻ മെട്രിക്സ്. ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് നമുക്ക് എഫ് പി ടി, നമുക്ക് എഫ് പി, എഫ് എൻ, ടി പി, ടി എൻ എന്താ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോ ടി പി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രെഡിക്റ്റഡ് പോസിറ്റീവ് ആണ്, അതേപോലെ തന്നെ ആക്ച്വലി പോസിറ്റീവ് ആണ്. അപ്പൊ അതിനെ ടി പി നമുക്ക് വിളിക്കാം. അതേപോലെ തന്നെ ഫോൾസ് പോസിറ്റീവ് എന്താണ്, ആക്ച്വലി നെഗറ്റീവ് ആണ് പക്ഷെ പ്രെഡിക്റ്റഡ് പോസിറ്റീവ് ആണ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഫോൾസ് പോസിറ്റീവ്, അതല്ലെങ്കിൽ ടൈപ്പ് 1 എറർ എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ആക്ച്വലി പോസിറ്റീവ് ആണ്, അതായത് പോസിറ്റീവ് ഉള്ള സാധനം നെഗറ്റീവ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തു, അപ്പൊ എന്തായി, ഫോൾസ് നെഗറ്റീവ് ആയി. അപ്പൊ അതിനെ ടൈപ്പ് 2 എറർ എന്ന് പറയാം, ടൈപ്പ് 2 എറർ. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനത്തിന് നെഗറ്റീവ് ആയിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യും, അപ്പൊ അതിനെ ട്രൂ നെഗറ്റീവ് എന്ന് വിളിക്കാം. ആൻഡ് ഒരു കൺഫ്യൂഷൻ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ ടി പി, എഫ് പി, എഫ് എൻ, ടി എൻ അതൊന്നുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രിസിഷൻ, റീകോൾ, മെഷർ, ആക്യുറസി. അപ്പൊ പ്രിസിഷൻ കണ്ടുപിടിക്കാനുള്ള മെയിൻ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നമുക്ക് കോൾ എടുക്കുക. ആദ്യത്തെ കോൾ എടുത്തു കഴിഞ്ഞാൽ ടി പി ഡിവൈഡ് ബൈ ടി പി പ്ലസ് എഫ് പി, എന്തായി പ്രിസിഷൻ ആയി. അപ്പൊ ഫസ്റ്റത്തെ കോൾ എടുത്തു കഴിഞ്ഞാൽ എന്തായി, ടി പി ഡിവൈഡ് ബൈ ടി പി പ്ലസ് എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പ്രിസിഷൻ, അതായത് പ്രിസിഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ കോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, പ്രിസിഷൻ കിട്ടി. അതേപോലെ തന്നെ ഫസ്റ്റത്തെ റോ എടുത്തു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് റീകോൾ കിട്ടി, അതായത് ടി പി ഡിവൈഡ് ബൈ ടി പി പ്ലസ് എഫ് എൻ അല്ലേ. ഇത് നോക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ടി പി ഡിവൈഡ് ബൈ ടി പി പ്ലസ് എഫ് എൻ എന്തായി, റീകോൾ ആയി. പിന്നെ എഫ് വൺ സ്കോർ എങ്ങനെ കണ്ടുപിടിക്കുക, 2 ഇൻറ്റു പ്രിസിഷൻ ഇൻറ്റു റീകോൾ ഡിവൈഡ് ബൈ പ്രിസിഷൻ പ്ലസ് റീകോൾ. ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, നമുക്ക് വാല്യൂസ് കിട്ടും. ആക്യുറസി എന്ന് പറയുമ്പോൾ ടി പി ഈ ഡയഗണൽ എടുക്കുക, ടി പി പ്ലസ് ടി എൻ ഡിവൈഡ് ബൈ ടി പി പ്ലസ് എഫ് പി പ്ലസ് ടി എൻ പ്ലസ് എഫ് എൻ, അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് ആക്യുറസിയും കിട്ടും. ഇതാണ് ജസ്റ്റ് എന്ത്, ഈ കൺഫ്യൂഷൻ മെട്രിക്സിൽ മെയിൻ ആയിട്ട് നോക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ കൺഫ്യൂഷൻ മെട്രിക്സ് എന്താണ് ഇത്, ജസ്റ്റ് എന്നിട്ട് പ്രിസിഷൻ, റീകോൾ എന്താണ് ഇത്, അതേപോലെ തന്നെ എഫ് പി, എഫ് എൻ ആ സാധനങ്ങളൊക്കെ എഴുതുക. ആൻഡ് ജസ്റ്റ് പ്രിസിഷൻ, റീകോൾ, എഫ് വൺ സ്കോർ, ആക്യുറസി ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഇതോടെ മൊഡ്യൂൾ 2 മെയിൻ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് മൊഡ്യൂൾ 3 ആയിട്ട് വരാം. ഓക്കെ.